ഫ്രണ്ട്സ്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് പെർമനൻറ്റ് വാക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനലിൽ കയറിയ റീസെൻ്റായി നമ്മൾ ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇന്ത്യൻ എയർഫോഴ്സ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എയർമാൻ ഇൻ ഗ്രൂപ്പ് Y എന്ന് പറയുന്ന കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. അത് ട്രേഡ് ഏതാണെന്ന് വെച്ചാൽ മെഡിക്കൽ അസിസ്റ്റൻ്റ് ആണ് കേട്ടോ, നോൺ ടെക്നിക്കൽ കാറ്റഗറിയാണ്. എയർമാൻ ഇൻ ഗ്രൂപ്പ് Y ആണ്. ഇതിൽ മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ട്രേഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 ജൂലൈ മുതൽ നിങ്ങൾക്ക് 31 ജൂലൈ വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്നത് 25 സെപ്റ്റംബർ 2025 ഓൺവേഴ്സ് ആയിരിക്കും. അതായത് സെപ്റ്റംബർ 25 മുതൽ നമുക്കിതിൻ്റെ എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാം വളരെ കുറഞ്ഞ മാർക്കിനാണ് എക്സാം വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കുക. +2 സയൻസിൽ നമ്മൾ ഈ 3 സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമ്മൾ എടുത്തിരിക്കണം. ഇംഗ്ലീഷും വേണം. ഓക്കെ, 4 സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ 4 സബ്ജക്റ്റ് നമ്മൾ +2 പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഫിസിക്സ് 4 നിർബന്ധമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് 4 സബ്ജക്റ്റ് നമ്മൾ +2 പഠിച്ചിരിക്കണം. ടോട്ടൽ പെർസെൻറ്റേജ് 50% മാർക്ക് നിങ്ങൾക്ക് +2 ഉണ്ടായിരിക്കണം. പ്ലസ് അഡീഷണലായിട്ട് ഇംഗ്ലീഷിൽ മാത്രമായിട്ട് മിനിമം 50% മാർക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ +2 ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ് എടുത്തെടുക്കുന്നതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. +2 നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള കോമ്പിനേഷനിൽ നിങ്ങൾ +2 കഴിഞ്ഞവരായിരിക്കണം. പ്ലസ് നമുക്ക് ഇംഗ്ലീഷിൽ സെപ്പറേറ്റ് ആയിട്ട് 50% മാർക്ക് വേണം. ടോട്ടൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. മിനിമം ആണ് പറയുന്നത്, അതിൽ കൂടിയാൽ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വൊക്കേഷണൽ കോഴ്സ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അവർ നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഈ വൊക്കേഷണൽ കോഴ്സിൽ നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഈ 4 സബ്ജക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ 4 സബ്ജക്റ്റ് നമ്മൾ ഈ പറയുന്ന വൊക്കേഷണൽ കോഴ്സിൽ പഠിച്ചിരിക്കണം. അതിൽ ടോട്ടൽ 50% മാർക്ക് വേണം. ഇംഗ്ലീഷിൽ മാത്രമായിട്ട് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് +2 പകരമായിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊരു രീതിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഫാർമസിയിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ BSc ഉണ്ടെങ്കിലോ ബാച്ചിലർ ഓഫ് സയൻസ് ഉണ്ടെങ്കിലോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് മതി. പക്ഷേ നിങ്ങൾ +2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ +2 കഴിഞ്ഞവരായിരിക്കണം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് നിങ്ങൾ +2 എടുത്ത് പഠിച്ച് ആ +2ൽ നിങ്ങൾ ഈ പറയുന്ന സബ്ജക്റ്റുകൾ പഠിച്ച് പാസ്സായവരായിരിക്കണം. 50% ടോട്ടൽ മാർക്കും ഇംഗ്ലീഷിൽ മാത്രമായിട്ട് 50% മാർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലാണെങ്കിലും കുഴപ്പമില്ല, അതല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇതിൽ ഏതെങ്കിലും ഒന്ന് വാലിഡ് ആയിട്ട് നമ്മൾ ഉള്ള ഒരു രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം അത് നമ്മൾ ഈ പറയുന്ന എൻറോൾമെൻറ്റ് ടൈമിലേക്ക് രജിസ്റ്റർ ചെയ്താൽ മതി എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ 2026 ഒക്കെ ആകും ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയാൻ. അപ്പോൾ ആ സമയത്തേക്ക് രജിസ്റ്റർ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് അത് രജിസ്ട്രേഷന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 രീതിയിൽ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒന്ന് +2 ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് അത് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി വൊക്കേഷണൽ കോഴ്സ് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ വൊക്കേഷനിൽ നിങ്ങൾ നോൺ വൊക്കേഷണൽ ആയിട്ടുള്ള ഈ സബ്ജക്റ്റിലും പഠിച്ചിരിക്കണം എന്നുള്ളൂ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ ഫാർമസിയിലുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ BScയോ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞ കണ്ടീഷൻ നിർബന്ധമാണ്. +2 അവർ ഈ പറയുന്ന സബ്ജക്റ്റുകൾ പഠിച്ചിരിക്കണം എന്നുള്ളൂ. ഇതിൻ്റെ ഏജ് ലിമിറ്റാണ് ഇനി അടുത്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം, മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡ് +2 വെച്ച് അപ്ലൈ ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയിലാണെങ്കിൽ, +2 ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് അൺമാരീഡ് ആയിരിക്കണം കേട്ടോ. മാരീഡ് ആകാൻ പറ്റില്ല. ആ +2 ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യുന്ന അതാണെങ്കിൽ അൺമാരീഡ് ആയിരിക്കണം. നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 2 ജൂലൈ 2005 ആൻഡ് 2 ജൂലൈ 2009 ഈ ഡേറ്റ് ഉൾപ്പെടെ കേട്ടോ. അതായത് 2 ജൂലൈ 2005 ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് 2 ജൂലൈ 2009 ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ജനിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വയസ്സ് നോക്കുന്നതിലും എളുപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാച്ച് ചെയ്ത് നോക്കിയാൽ മതി. 2 ജൂലൈ 2005 എന്ന് പറയുന്ന ഡേറ്റിലോ അല്ലെങ്കിൽ 2 ജൂലൈ 2009 എന്ന് പറയുന്ന ഡേറ്റിലോ ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നമ്മൾ ജനിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ട്രേഡിൽ തന്നെ നമുക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഫാർമസി, ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഇൻ ഫാർമസിയിലെ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഫാർമസിയിലുള്ള BScയോ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട്. അതിലേക്ക് 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, അൺമാരീഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 2 ജൂലൈ 2002 ആൻഡ് 2 ജൂലൈ 2007 എന്ന് പറയുന്ന ഡേറ്റ് ആണ്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് നോക്കേണ്ടത് അതാണ്. ജസ്റ്റ് ഒന്ന് ഇത് ഡിലീറ്റ് ആകട്ടെ.
ഇതവിടെ കാണാൻ നിങ്ങൾക്ക് 2 ജൂലൈ 2002 ആൻഡ് 2 ജൂലൈ 2000 ഈ പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ചവരായിരിക്കണം. ഡേറ്റ് ഉൾപ്പെടെ ഈ ഡേറ്റും കൂട്ടുന്നതാണ് കേട്ടോ. അതുപോലെ മാരീഡ് ആയിട്ടുള്ള ഈ പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഫാർമസിയിൽ കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ, മാരീഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർ 2 ജൂലൈ 2002ൻ്റെയും 2 ജൂലൈ 2005 എന്ന് പറയുന്ന ഡേറ്റ് ഉൾപ്പെടെ ഇതിൻ്റെ എവിടെയെങ്കിലും ജനിച്ചവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ എല്ലാ സ്റ്റേജും നിങ്ങൾ ക്ലിയർ ചെയ്തു, ആ സമയത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന +2 യോഗ്യത വെച്ച് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ആ എൻറോൾമെൻറ്റ് ഡേറ്റിലേക്ക് 21 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധന ഉണ്ട്. അതുപോലെ തന്നെ BSc അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി വെച്ച് കയറുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 24 വയസ്സ് എൻറോൾമെൻറ്റ് ടൈമിലേക്ക് ആകരുത് എന്നാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂട്ടി നോക്കാം. എൻറോൾമെൻറ്റ് ടൈം എന്ന് പറയുന്നത് അടുത്ത 2026 ജൂണൊക്കെ ആകുന്ന സമയമാണ് ഇതിൻ്റെ എൻറോൾമെൻറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് സെലക്ഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് അത് ആ ഒരു എൻറോൾമെൻറ്റ് ലിസ്റ്റ് ഇടുന്നത് ജൂൺ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് +2 വെച്ച് അപ്ലൈ ആണെങ്കിൽ 21 കഴിയാനും പാടില്ല. അതുപോലെ തന്നെ ഡിപ്ലോമ വെച്ച് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 24 അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BSc 24 കഴിയാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. അവിടെ അപ്പർ ഏജ് ലിമിറ്റ് ഒരു പരിധിയുണ്ട്. ഇനി ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കാര്യങ്ങളാണ്. വെയിറ്റ് നമ്മളെ ഹൈറ്റിനും എന്താണ് ഈ പറയുന്ന ഏജിനും അനുസരിച്ചുള്ള ഒരു പ്രോപ്പറുള്ള പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ചെസ്റ്റ് ആണെങ്കിൽ നോർമൽ 77 സെൻറ്റിമീറ്ററും എക്സ്പാൻഡറിൽ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം. ഇയറിംഗ് പ്രോബ്ലം ഒന്നും ഉണ്ടാകരുത്. അതുപോലെ ഡെൻറ്റലൊക്കെ പ്രോപ്പറായിരിക്കണം. പിന്നെ ജനറൽ ഹെൽത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നോർമലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ജെൻഡർ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ ഹൈറ്റ് ആൻഡ് വിഷ്വൽ സ്റ്റാൻഡേർഡ് ഇതിൽ പറയുന്നുണ്ട്. ഹൈറ്റ് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് എററൊക്കെ പറയുന്നുണ്ട്. ഇതിലടുത്ത് വിഷ്വൽ അക്യൂറ്റിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 6/, നിങ്ങൾക്കൂടെ കാണാം 6/36 ആണ് ഓരോ കണ്ണും പറയുന്നത്. അതായത് നിങ്ങൾക്ക് വിത്തൗട്ട് കറക്ഷൻ ഇല്ല. അതായത് നിങ്ങൾക്കിപ്പം പറയുന്ന നിങ്ങൾ കറക്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് 6/36 ഒക്കെ എന്താണ് ഇതിൽ പരിഗണിക്കുന്നുണ്ട്. അത് 6/36 കാരണം നല്ല കാഴ്ചക്കുറവാണ്. നോർമൽ വിഷൻ എന്ന് പറയുന്നത് 6/6 ആണ് കേട്ടോ വരിക. അപ്പോൾ ഇനിയിപ്പോൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6/6 ഉണ്ടായത് ഓരോ കണ്ണും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ലെൻസോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കണ്ണടയൊക്കെ വെച്ചവർക്കും എന്ത് ചെയ്യാൻ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കളർ പെർസെപ്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊരു ഐ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഐ ക്ലിനിക്കിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. നിങ്ങൾക്ക് അതിൽ സംശയം ഉണ്ടെങ്കിൽ, നോർമൽ വിഷൻ അല്ല, നിങ്ങൾക്ക് വിഷൻ എന്തെങ്കിലും തകരാറുണ്ട് തോന്നുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ലേസിക് അല്ലെങ്കിൽ PRK ഒന്നും നിങ്ങൾക്ക് ഇതിലേക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പറ്റില്ല കേട്ടോ. ഓക്കെ, ലേസിക് സർജറി കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എലിജിബിൾ അല്ല, അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ട്രെയിനിങ് പീരീഡും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ഇതിലേക്ക് ഒരു 20 വർഷമാണ് നമ്മളിതിലേക്ക് ആ ഒരു സർവീസ് പീരീഡ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് മേ ബി എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഏജ് 56, റിട്ടയർമെൻറ്റ് ഏജ് 56 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനീഷ്യലി നമുക്ക് ജോയിൻറ്റ് ബേസിക് ഫേസ് ട്രെയിനിങ് എന്ന് പറയും, JBPT എന്ന് പറയും. ജോയിൻറ്റ് ബേസിക് ഫേസ് ട്രെയിനിങ് എന്നാണ് പറയുക കേട്ടോ. ആ ഒരു ട്രെയിനിങ് ആയിരിക്കും നമുക്ക് ഡെസിഗ്നേറ്റഡ് ഈ പറയുന്ന ബേസിക് ട്രെയിനിങ് സ്ഥാപനങ്ങളിൽ വെച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ സക്സസ്ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന JBPT നമ്മൾ ജോയിൻറ്റ് ബേസിക് ഫേസ് ട്രെയിനിങ് നമ്മൾ സക്സസ്ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രേഡ് റിലേറ്റഡ് ആയുള്ള ട്രെയിനിങ് ആണ്, സ്പെസിഫിക് ഡ്യൂറേഷനിൽ ട്രേഡ് റിലേറ്റഡ് ട്രെയിനിങ് ആണ് നമുക്ക് തരിക. ഓക്കെ, അതിൽ സെക്യൂരിറ്റി ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മറ്റു റിലേറ്റഡ് ആയുള്ള ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ മേ ബി അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് സർവീസ് റിക്വയർമെൻറ്റിനനുസരിച്ച്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഈ പറയുന്ന ട്രെയിനിങ് ഒക്കെ എല്ലാ സ്റ്റേജും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എയർമാൻ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലെയാണ് നമ്മളെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേ ആൻഡ് അലവൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ട്രെയിനിങ് സമയത്ത് നമുക്ക് സ്റ്റൈപ്പൻഡായിട്ട് 14,600 പെർ മന്ത് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മൊത്തം, അതായത് മിലിറ്ററി സർവീസ് പേ അലവൻസ് ഒക്കെ ഉൾപ്പെടെ നമുക്ക് 26,000 നമുക്ക് സ്റ്റാർട്ടിങ് പെർ മന്ത് ലഭിക്കും. അത് മാത്രമല്ല ഇൻ അഡീഷൻ നമുക്ക് DA, HR തുടങ്ങിയിട്ട് മറ്റൊട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ലീവ്, റേഷൻ അലവൻസ്, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് അലവൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അതായത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെയുള്ള പല അലവൻസും ഒക്കെ ഉണ്ട്. പിന്നെ ഹയർ എഡ്യൂക്കേഷന് നിങ്ങൾക്ക് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താണ് ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷേ കണ്ടീഷൻ ഉണ്ട്, അതായത് നിങ്ങൾ നിശ്ചിതമായുള്ള സ്കില്ലൊക്കെ അക്വയർ ചെയ്തതിന് ശേഷം മാത്രം, അതുപോലെ തന്നെ ഒരു നിശ്ചിത പീരീഡ് ഉണ്ട് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് പോളിസി പ്രകാരം ഒരു നിശ്ചിത പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് വേണമെങ്കിൽ ഉയർന്ന ക്വാളിഫിക്കേഷൻ നേടുന്നതിനൊന്നും യാതൊരു തടസ്സവും. പിന്നെ ഇതിൻ്റെ മറ്റു പേർക്സ് കാര്യങ്ങളെന്ന് വെച്ചാൽ റേഷൻ, ക്ലോത്തിങ്, മെഡിക്കൽ ഫെസിലിറ്റി, കുറേ സംഭവങ്ങൾ, കുറേ അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ട്രാൻസ്പോർട്ട്, അങ്ങനെ ഒരുപാട് കേട്ടോ. ഓക്കെ, അതുപോലെ റിക്രിയേഷൻ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ സാലറിക്ക് പുറമേ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
ഇനി ഇതിൻ്റെ ജോബ് സ്പെസിഫിക്കേഷനാണ്. അപ്പോൾ നമ്മൾ മെഡിക്കൽ അസിസ്റ്റൻ്റ് ആണല്ലോ നമ്മുടെ ട്രേഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന നഴ്സിംഗും ഫസ്റ്റ് എയ്ഡിലൊക്കെ ഉള്ള ബേസിക് ട്രെയിൻ കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ അത് മാത്രമായിരിക്കില്ല, നമുക്ക് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റോർ, ഡിസ്പെൻസറീസ്, അതുപോലെ വാർഡ്, ഇതിൻ്റെയൊക്കെ മാനേജ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡ്യൂട്ടീസൊക്കെ കിട്ടും. പിന്നെ മറ്റെന്തെങ്കിലും എയർഫോഴ്സ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. നമുക്ക് അസൈൻ ചെയ്തിരുന്ന ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ജോബ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലേക്കുള്ള സെലക്ഷനാണ്. സെലക്ഷനിൽ നമുക്ക് ഫേസ് 1 വരുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. അപ്പോൾ അത് നമ്മുടെ അഡ്മിറ്റ് കാർഡൊക്കെ നമ്മുടെ രജിസ്റ്റേർഡ് മെയിലിലേക്ക് അവർ അയച്ചു തരും. 48 to 72 മണിക്കൂർ, അതായത് എക്സാമിനേഷൻ്റെ 48 to 72 മണിക്കൂറായിരിക്കും മുൻപായിരിക്കും നമുക്ക് അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ അയച്ചു തരിക. അപ്പോൾ ആ സമയത്ത് നമ്മളത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആധാർ കാർഡും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് എക്സാം സെൻറ്ററിൽ പോകാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെന്യൂ കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ എക്സാമിൻ്റെ 45 മിനിറ്റാണ്, 50 മാർക്കിനാണ് ഇത് എക്സാം വരുന്നത്. ഇംഗ്ലീഷ് ഇതിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഒരു സബ്ജക്റ്റായിട്ട്. പിന്നെ റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ്, അതിന് രാഗ എന്നാണ് അതിൻ്റെ ഷോർട്ടായിട്ട് പറയുന്നത് കേട്ടോ. ആ ഒരു കാര്യങ്ങളുമാണ് അതിലുണ്ടായിരിക്കുക. അതായത് റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് ഉണ്ടാവും, പ്ലസ് ഇംഗ്ലീഷ് നമുക്ക് +2 CBSE ലെവലായിരിക്കും അതിൻ്റെ ഒരു സിലബസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 1 മാർക്കാണ് ഒന്ന് ശരിയായി ലഭിക്കുന്നത്. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും 0.25 മാർക്ക് തെറ്റായി രേഖപ്പെടുത്തിയാൽ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ പിന്നെ ഫേസ് 2 ആണ്. അപ്പോൾ ഫേസ് 2ൻ്റെ പുതിയ അഡ്മിറ്റ് കാർഡ് നമ്മളിലേക്ക് സെൻഡ് ചെയ്യും. മെയിൽ വഴിയാണ് അതൊക്കെ നമുക്ക് സെൻഡ് ചെയ്യുക. പിന്നെ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ ആക്കിയിട്ടൊക്കെ ഇടും, അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഷോർട്ടൊക്കെ ആയിട്ട് ഇടും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഫേസ് 2 പോകുന്ന സമയത്ത് കുറേ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊണ്ടുപോകണം. കാരണം അവിടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, നമ്മൾ ചെയ്യാം കേട്ടോ. അത്രയും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണം. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് യൂസ് ആവില്ല, വെറുതെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടേണ്ട വെച്ചിട്ടാണ് ആ സമയത്ത് പറഞ്ഞാൽ മതി. അങ്ങനെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ ഒക്കെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ജസ്റ്റ് നമ്മൾ ഓൺലൈൻ ടെസ്റ്റൊക്കെ ക്വാളിഫൈ ചെയ്തവർക്കാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതിൽ നിങ്ങൾക്കിവിടെ PFT 2 ടെസ്റ്റ് ഉണ്ട്, PFT 1ഉം PFT 2 ഉണ്ട്. അപ്പോൾ PFT 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1.6 കിലോമീറ്റർ ഓട്ടാണ് ഉണ്ടായിരിക്കുക. ആ 1.6 കിലോമീറ്റർ നമ്മൾ 7 മിനിറ്റ് കൊണ്ട്, അതായത് 21 വയസ്സിൻ്റെ ഉള്ളിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇവർക്ക് 7 മിനിറ്റ് കൊണ്ട് 1.6 കിലോമീറ്റർ ഓടിയെത്തണം. ഇനി നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഈ പറയുന്ന BSc വെച്ച് അപ്ലൈ ചെയ്യുമല്ലോ, അവർ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഒരു 30 സെക്കൻഡ് പാടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് 7 മിനിറ്റ് 30 സെക്കൻഡും പാടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PFT 2 വരുന്നത് PFT 1 ക്വാളിഫൈ ചെയ്തവർക്ക് PFT 2 ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു 10 മിനിറ്റ് ഒരു ബ്രേക്ക് തരും. ആ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടാണ് തുടങ്ങുക. അതായത് ഓട്ടം നമ്മുടെ ജസ്റ്റ് 1.6 കിലോമീറ്റർ ഓടി ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് വരും. ഓക്കെ, ബ്രേക്ക് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് 10 പുഷപ്സ് നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എടുക്കണം കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് 1 മിനിറ്റാണ്. അപ്പോൾ അത് നമ്മുടെ ഈ പറയുന്ന ഓട്ടം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് 10 പുഷപ്പ് തുടങ്ങുക. 10 പുഷപ്പ് കഴിഞ്ഞിട്ട് 10 സിറ്റപ്സ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 1 മിനിറ്റ് ആണ്. ഇതിന് നിങ്ങൾക്ക് പുഷപ്പ് കഴിഞ്ഞൊരു 2 മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് തരും. പിന്നെ നിങ്ങൾക്ക് 20 സ്ക്വാട്ടാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് എത്തണം. അത് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 2 മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും. ഓക്കെ, 2 മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റാണ്. അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടൺ ടെസ്റ്റ് തന്നെയാണ്. നമുക്ക് ഈ പറയുന്ന ഇന്ത്യൻ എയർഫോഴ്സ് ആയി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ജിയോഗ്രഫിക് ടെറൈൻ, അതുപോലെ വെതർ കണ്ടീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മളുടെ ഒരു മെൻ്റൽ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്. ടെസ്റ്റ് 1, 2 ഉണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യണം. പിന്നെ ഫേസ് 3 എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കലി നമ്മൾ ഓക്കെ ആണെന്നുള്ളതാണ്. കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആ ഒരു ഫൈനൽ എൻറോൾമെൻറ്റിലേക്ക് നമുക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എല്ലാ വിദ്യാർത്ഥികളും അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, +2 വെച്ചിട്ടാണ് അപ്ലെങ്കിൽ +2ൻ്റെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ വൊക്കേഷണൽ കോഴ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി BSc അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഏതാ വെച്ചാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇതിലേക്ക് റീസെൻ്റ് ആയിട്ട് എടുത്ത ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. അത് പ്രത്യേകം പറയുന്നുണ്ട്, ടേക്കൻ നോട്ട് ബിഫോർ ജൂൺ 2025 എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജൂൺ 2025 മുൻപ് എടുത്ത ഫോട്ടോ ആയിരിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ജൂണിന് ശേഷം എടുത്ത ഫോട്ടോ ആയിരിക്കണം. അപ്പോൾ 10 GB-യും 100 GB-യുടെ ഇടയിലായിരിക്കണം ഫയൽ സൈസ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന ഡേറ്റ് നിങ്ങൾ റീസെൻ്റ് ആയിട്ട് തന്നെ പോയി ഫോട്ടോ എടുക്കുക. അതായത് നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം പോയി ഫോട്ടോ എടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളറായിരിക്കണം കേട്ടോ, ലൈറ്റ് കളറായിരിക്കണം. പിന്നെ നമ്മൾ ഷേവിംഗ് ഒക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഫോട്ടോ എടുക്കുക കേട്ടോ. ഓക്കെ, നീറ്റായിട്ട് ഫോട്ടോ എടുക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ പോയി ഫോട്ടോ എടുത്താൽ പോലെ നിങ്ങൾ ഒരു സ്ലൈറ്റ് ബ്ലാക്ക് കളറിലുള്ള സ്ലൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ഫ്രണ്ടിൽ
ഓക്കെ, നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മളെ ചെസ്റ്റിൻ്റെ ലെവലിൽ ഇവിടെ ബ്ലാക്ക് കളർ സ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. അതായത് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഫോട്ടോ എടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളൊരു ബ്ലാക്ക് കളർ സ്ലേറ്റ് നമ്മൾ പിടിച്ചുകൊണ്ട് ആ സ്ലേറ്റിൽ നമ്മുടെ പേര് അതുപോലെ ഫോട്ടോ എടുത്ത ഡേറ്റ്, ഓക്കെ, എന്താ എഴുതേണ്ടത് വെച്ചാൽ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം, നിങ്ങളുടെ പേര്, ഫോട്ടോ എടുത്ത ഡേറ്റ് നിങ്ങൾ വൈറ്റ് ചോക്ക് കൊണ്ട് എഴുതണം. വൈറ്റ് ചോക്ക് കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളുടെ പേര് എഴുതുക, അതിൻ്റെ അടിയിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന ഡേറ്റും എഴുതുക. എന്നിട്ട് ആ രീതിയിലുള്ള ഫോട്ടോഗ്രാഫാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയി പറഞ്ഞാൽ മതി. നമ്മുടെ ചെസ്റ്റിൻ്റെ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്ലേറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക, ഓക്കെ. എന്നിട്ട് അതിൽ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളുടെ ഡേറ്റ്, നമ്മൾ ഫോട്ടോ എടുത്ത ഡേറ്റാണ്, ഓക്കെ, ഫോട്ടോ എടുക്കുന്ന ഡേറ്റ് ഇവിടെ എന്ത് ചെയ്യുക, എഴുതുക വൈറ്റ് ചോക്ക് കൊണ്ട് കേട്ടോ. പേര് ക്യാപിറ്റൽ ലെറ്ററിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എടുക്കേണ്ടത്. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇനി ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യണം. 10 GB 100 GB ഫയൽ സൈസ്. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. 10 to 100 KB ആയിരിക്കണം ഫയൽ സൈസ് വരേണ്ടത്. ഇനിയിപ്പം 18 വയസ്സിന് താഴെയുള്ള, നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 18 വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പാരൻസിൻ്റെ സിഗ്നേച്ചറാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. പാരൻസിൻ്റെ സിഗ്നേച്ചർ ഇതിലേക്ക് എക്സ്ട്രാ അവർ അപ്ലോഡ് ചെയ്യണം 18 വയസ്സിന് താഴെയാണെങ്കിൽ കേട്ടോ. ഓക്കെ, ഇനി എക്സാമിനേഷൻ ഫീ ആണ്. എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് 550 രൂപ പ്ലസ് GST ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് റീഫണ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെയാണ് ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലാണ് വരിക. പിന്നെ നമ്മുടെ ഒരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന, അതായത് പ്രൈവറ്റ് ജോബ്സ്, വർക്ക് ഫ്രം ഹോം ജോബ്സ്, എയർപോർട്ട് ജോബ്സ്, അങ്ങനെ എല്ലാവിധ കാറ്റഗറി ജോബ്സ്, വലിയ വലിയ കമ്പനികളിലൊക്കെ വരുന്ന വാക്കൻസികളൊക്കെ അതിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ലേറ്റസ്റ്റ് ജോബ്സ്, കേരള ജോബ്സ്, ഇതിലൊക്കെ കാണാം നിങ്ങൾക്ക് IAF എയർമാൻ ഗ്രൂപ്പ് Y എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതോടെ കണ്ടില്ലെങ്കിൽ പുതിയ പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ താഴോട്ട് വരും. നിങ്ങൾക്ക് റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ സെർച്ച് ബാറിലൂടെ IAF എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ IAF എയർമാൻ ഗ്രൂപ്പ് Y എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ദ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിലവിൽ ഇത് അവൈലബിൾ അല്ല. നമുക്ക് ജൂലൈ 11 മുതലാണ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ ജൂലൈ 11 ആകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ആ ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊണ്ടിടും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കുന്ന ഡെമോ വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നമ്മളൊരു പ്ലാൻ ഇടുന്നുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ ലൈവായിട്ട് നമ്മളെന്താണ് ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ, അതല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ മെമ്പർഷിപ്പ് എടുത്താൽ ലൈവായിട്ട് അതിൽ കയറിയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ലൈവായിട്ട് നിങ്ങളെ കാണിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു, നിങ്ങൾക്കും അറ്റ് ദ സെയിം ടൈം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫോമും ഫില്ല് ചെയ്യാം. അപ്പോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അത് ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ പോകാൻ പറ്റുന്നൊരു സംവിധാനം ഞാൻ ആലോചിക്കുന്നുണ്ട് ടൈമിനനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി താല്പര്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക എന്നുള്ളത്, ഇവിടെ ഞാൻ ആ ലിങ്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് ആയിട്ടില്ല. ഞാൻ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ജൂലൈ 7 ആണ്. അപ്പോൾ ഇനി നമുക്ക് 4 ദിവസം വെയിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ 4 ദിവസം കഴിഞ്ഞാൽ ഞാൻ ആ ലിങ്ക് കൂടെ അപ്ഡേറ്റ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് കൂടെ വന്ന് ഡയറക്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണം എന്നെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എത്രയാണ് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്